இன்றைக்கி சண்டே ஸ்பெஷல் பிரியாணி, தமிழ்நாடு ஸ்டைல் பிரியாணி. அதுக்கு தேவையான ആവശ്യമുള്ള പൊറുക്കൾ എന്ന് നോക്കാം. ജീരക ചമ്പ റൈസ്, പിന്നെ ചിക്കന്, പിന്നെ ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, പിന്നെ ഏലക്ക, പിന്നെ പെരുംജീരകം, പട്ട, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പുതിന ഇല, മല്ലിയില, പിന്നെ തക്കാളി, പിന്നെ ഉള്ളിയും പച്ചമുളകും തൈരും, പിന്നെ നെയ്യും. ഓക്കെ, ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. എണ്ണ ഒഴിക്കാൻ പോകുന്നത് പാമോയിലാണ്. കുറച്ച് പാമോയിൽ, പിന്നെ കുറച്ച് നെയ്യും. അതിനുശേഷം നമുക്ക് ഈ പട്ട ഇതൊക്കെ ഇടാം. ഉള്ളി, പച്ചമുളക് വതങ്ങിയ ശേഷം തക്കാളി ഇടാൻ പോകണം. ഓക്കെ, ഞാൻ അത്യാവശ്യത്തിന് ഉപ്പ് ഇട്ടായിരുന്നു. പിന്നെ ഇതാ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇടുന്നത്. ഞാനിപ്പോൾ ഇഞ്ചി പൂണ്ട് പേസ്റ്റ് ഇട്ടിട്ട് ഇതാ ഒന്ന് നല്ല കയറി കൊടുക്കണേ. അപ്പോൾ എല്ലാം ക്ലിയറായി വരുന്നുണ്ട്. കണ്ടോ കൂട്ടുകാരെ, നോക്കുന്നുണ്ടോ? ചിക്കൻ ഇടുന്ന സ്റ്റൈലാണ്, അതുകൊണ്ട് ആദ്യം ചിക്കൻ ഇടുന്നത്. ഇട്ടിട്ട് ഒന്ന് നല്ലോണം കിണ്ടി കൊടുക്കണേ. എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി ഇടാൻ പോകണേ. ബിരിയാണി മസാല, നമുക്ക് ബിരിയാണി മസാല ഇടണ്ട, അതുകൊണ്ട് നമുക്ക് പട്ട മസാല അരച്ച് വെച്ചതാണ്, പൊടിച്ച് വെച്ചതാണ് അത്. ഇനി നമ്മൾ കുറച്ച് തൈരിടാൻ പോകണേ. നമ്മളിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ പോകണേ. നല്ല ഇറച്ചൊക്കെ എല്ലാം വെച്ചത് നല്ല വെട്ടി തിളക്കുകയാണ്. അതിൽ നമ്മൾ ഈ ജീരകരിയാണ് ഇടുന്നത് കേട്ടോ. വലിയ അരി മേടിക്കരുത്, ജീരകരി മേടിക്കണേ. ഹലോ കൂട്ടുകാരെ, നമ്മൾ തമിഴ്നാട് ബിരിയാണി റെഡിയായി. ഇനി നമ്മൾ എല്ലാവരും വിളമ്പാൻ പോവുകയാണേ. ഓക്കെ, അപ്പനെ ഇഷ്ടമാ അമ്മയെ ഇഷ്ടമാ? ബിരിയാണിയാ? ഓ ഓക്കെ, തിന്നോളി. ബിരിയാണി കൊള്ളാവോ? അടിപൊളി. ഓക്കെ.